പൊട്ടാൻ റെഡിയായി വീണ്ടും ഗുജറാത്തിന്റെ ടീം. അത് ആദ്യം നമ്മൾ മുട്ടിയപ്പള്ളവരൊന്നും ബാംഗ്ലൂരിനൊരു നിങ്ങൾ എന്തുണ്ടായി? അത് തോറ്റു. അതിനുള്ള പ്രതികാരമാണ്, റിവെഞ്ച് ടൈമാണ്. ഇത് റിവെഞ്ചിനുള്ള ടൈമാണ്. ആരോട്? കിങ്ങിന്റെ ടീം. കിങ്ങിന്റെ ടീമിനെന്താ? കിങ്ങിന്റെ ടീം എന്ന് പറഞ്ഞാൽ അമ്മാരി പോക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒരു വട്ടം കിട്ടിയപ്പോ വലിച്ചു കയറി. ഇവിടെ വലിയ തള്ളുള്ള ഒരു ടീമുണ്ട്, PBKS ഉണ്ട്. ഓല് വരെ തോറ്റു. എന്നിട്ട് പിന്നെ നിങ്ങളെ തോൽപ്പിച്ചില്ല. ആയിക്കോട്ടെ, എല്ലാരും തോൽപ്പിച്ചു. അത് വേറെ തോൽപ്പിച്ച് നിങ്ങൾക്ക് എത്താ. അതല്ല പറഞ്ഞത്. ഇവിടെ ഈ തള്ള് 2 കൊമ്പുണ്ട് 3 കൊമ്പുണ്ട് എന്ന് പറയണ പോലെ കൊമ്പൊക്കെ ഒടിച്ചിടാനുള്ള കളി IPL മൊത്തം വരികയാണ് ഇപ്പോ. റിവെഞ്ച് ടൈമാണ്, അത് മൊത്തം റിവെഞ്ച് ടൈമാണ്. അതൊക്കെ വെറുതെ തോന്നണാണ്. നിങ്ങൾ ഇങ്ങനെ വലിയർത്താനം പറഞ്ഞാണ് നിന്നിട്ട് കാര്യമില്ല. കളി ഗ്രൗണ്ടിൽ വേണം. ഞങ്ങൾ ഇന്ന് കളിച്ചു കളി ഗ്രൗണ്ടിൽ ഉണ്ടായിട്ട് ഞങ്ങൾ രണ്ടാമത് നിൽക്കണം. നിങ്ങൾ എവിടെ? ആയിക്കോട്ടെ, അതങ്ങളോട് പറയാനുള്ള ഈ തൊള്ളവട ഈ ഗ്രൗണ്ട് കാണാം. അത് നിങ്ങൾക്ക് കാണുന്നില്ല. ഞങ്ങൾ ഞങ്ങൾ ഇന്ന് കാണിച്ചേ. ഞങ്ങൾ കിങ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കിങ് അതിനനുസരിച്ച് ഗ്രൗണ്ട് കളിച്ചിട്ടുണ്ട്. ഞങ്ങൾ പട്ടിദാർ എന്ന് പറയുന്നുണ്ട്, പട്ടിദാർ അതിനനുസരിച്ച് കളിച്ചിട്ടുണ്ട്. ദേവദത്ത് പഠിക്കൽ പറയുന്നുണ്ടെങ്കിൽ ഓൻ അതിനനുസരിച്ച് സായി സുദർശനും ഗില്ലുണ്ടേ. സുദർശൻ ഒരു കഴിഞ്ഞ കളി ജയിച്ചിനാണ്. അതിന് മുമ്പത്തെ 2-3 കളികൾ എന്തായിരുന്ന അവസ്ഥ? ആയിക്കോട്ടെ, സായി സുദർശൻ ഇപ്പൊ നല്ല ഫോമിലാണ്. ഒരു സുദർശനും ഇല്ല. ഇവിടെ മറ്റേ ഹേസൽവുഡിനെ തൊടാൻ കിട്ടുന്നില്ല ആൾക്കാർക്ക്. ഹേസൽവുഡിനെ ചെറിയ ചക്ക അടിച്ചല്ലേ? ഏത് ചെറിയ ചക്ക എല്ലാരും അടിച്ചിട്ടുണ്ട്. ഓന്റെ കാര്യം കൊണ്ട് കാര്യമില്ല. ഓനെ ഒരു 30 പഞ്ചായത്ത് എല്ലാരും അടിച്ചിട്ടുണ്ട്. അത് നോക്കണ്ട. ഹേസൽവുഡിനും ഞങ്ങള് കുറച്ച് ശ്രദ്ധിക്കും. നിങ്ങൾ വലിയ ബോളർമാരാണെന്നൊക്കെ പറഞ്ഞാല്, പക്ഷെ എന്നാലും ഉണ്ടല്ലോ. ഭുവനേശ്വർ കുമാർ 29 തവണയാണ് ഫസ്റ്റ് ഓവറിൽ വിക്കറ്റ് എടുത്തത്. കഴിഞ്ഞ കളിയിലും ഫസ്റ്റ് ഓവറിൽ വിക്കറ്റാണ്. അപ്പൊ ഭുവനേശ്വറിനും തൊടാൻ കിട്ടുന്നില്ല. അതൊക്കെ പിച്ചിന്ന് എന്തെങ്കിലും കിട്ടിയാലുള്ളൂ. ഒരു കാര്യമില്ല. പിന്നെ കൃണാൽ പാണ്ഡ്യ ഏത് പിച്ചാലും 30 ഒരു പറയാം. അത് പിന്നെ കാലിനടി പിച്ച് ചെയ്ത് കാണ്ട് വരും. അതായത് കൃണാൽ പാണ്ഡ്യക്ക് ആ സെറ്റിനനുസരിച്ചാണ്. പിന്നെ റഷീദ് സലാം താൻ എറിഞ്ഞ വിക്കറ്റും കൊണ്ട് ആവാൻ പോണം. ചുരുക്കി പറഞ്ഞാല് ഈ ടീമിന്റെ ബൗളിംഗ് ഉസാറാണ്. ബാറ്റിംഗ് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ഞങ്ങളെ ബൗളിംഗ് കുറവാണ്. സിറാജ്, റാഷിദ് ഖാന്, എല്ലാരും റബാദ, എല്ലാരും ഫോമുള്ള കളിക്കാരാണ്, തെളിയിച്ച കളിക്കാരാണ്. കളി മാത്രം ജയിച്ചിരിക്കണം. ഞങ്ങൾ തോറ്റല്ലേ പിന്നത്തെ പിന്നെ അതിന് ശേഷം വന്ന കളി ജയിച്ചേ. നിങ്ങളെ കുറവുകളൊക്കെ ഞങ്ങൾ കണ്ടെത്തി. ഞങ്ങൾ ഇന്നുണ്ടാവും ഒരു മാസ്റ്റർ സ്ട്രോക്ക് ആയിരിക്കും. ഇതൊക്കെ കിങ്ങിന്റെ ടീം. ഈ കിങ്ങിന്റെ ടീം തൊടാനൊന്നും ആർക്കും പറ്റൂല. ഇത് ടീം വേറെയാണ്. മക്കളെ എല്ലാവരും കൂടി പറയാണ് ഇത്തവണത്തെ കപ്പും കിങ്ങാണ് കൊണ്ടുപോകും.